ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാബേജ് വെച്ചിട്ടൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നല്ല ക്രിസ്പിയാണ്, കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, കറുമുറ കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാബേജാണ്. അപ്പോൾ ഒരു ക്യാബേജിൻ്റെ കാലൊരു ഭാഗത്തോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. അത്യാവശ്യം എരിവ് ഉണ്ടാകുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണോളം പെരുംജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇത് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ഈ ഉപ്പും പെരുംജീരകവും മുളകും കൂടി ഒക്കെ ആവും വിധം ഒന്ന് കൈ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂണ് കടലമാവാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഇട്ടിട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൽ നട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. മാവ് ഒരുമിച്ച് ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത്, കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. മാവ് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ക്രിസ്മസ് കിട്ടില്ല, നല്ല ടേസ്റ്റും കിട്ടില്ല. അപ്പോൾ മാവ് കുറച്ച് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്താണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ മൊത്തം 4 ടീസ്പൂൺ കടലമാവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പിടിച്ചാൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന പരിവാണ് കേട്ടോ അതിന് വേണ്ടത്. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെയാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോഴേ നമുക്ക് ആ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ, നല്ലൊരു ക്രിസ്പിയും കിട്ടുള്ളൂ. ഇത് ഒരു ഭാഗം ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഞാൻ തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ടാണ് പിന്നെ കുക്കാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇത് എല്ലാ ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. കാണാനും നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ കഴിക്കാനും നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് മൊത്തം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടില്ല, നല്ല കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല കറുമുറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും അസ്സലാമു അലൈക്കും.